സുപ്രീം കോടതിയുടെ തീരുമാനവും നരേന്ദ്രമോദിക്ക് ഒരു അടിയാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം പേടിപ്പിച്ച് നിർത്തണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള തക്കമുണ്ടാക്കിക്കൊണ്ട് വരികയായിരുന്നു, സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിലുള്ള ലക്ഷ്യം എല്ലാവരെയും ഭയപ്പെടുത്തുക, സുപ്രീം കോടതിയെ ഭയപ്പെടുത്തുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയപ്പെടുത്തുക, എനിക്ക് വരുതിക്ക് നിന്നോണം അല്ലെങ്കിൽ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന സ്വേച്ഛാധിപത്യപരമായ ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയിരിക്കുകയാണ്. 1975 ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ AKG പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ദേശാഭിമാനിയിൽ ഒന്ന് വന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താ? പെൻ ഹിറ്റ്ലർ എന്നാണ് സഖാവ് AKG ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുത്ത ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരണത്തെ AKG വിശേഷിപ്പിച്ചത് പെൺ ഹിറ്റ്ലർ. ഇന്നിപ്പോൾ ഇന്ത്യൻ ഹിറ്റ്ലർ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കേണ്ട അവസ്ഥ നരേന്ദ്രമോദി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. പാർലമെൻറ്റിൻ്റെ അവസാന സെഷനിൽ നരേന്ദ്രമോദി എന്താ ചെയ്തത്? ജനാധിപത്യ വിരുദ്ധമായ 19 നിയമങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കുന്നതിന് സൗകര്യം കിട്ടാൻ വേണ്ടി 140-ലധികം പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്തു, പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി. പ്രതിപക്ഷത്തെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയിട്ട് നരേന്ദ്രമോദി 19 ബില്ലുകൾ പാസ്സാക്കിയെടുത്തതിന് എന്തിനോടാണ് സാമ്യമുള്ളത്? 1933 മറ്റോ ഹിറ്റ്ലർ ജർമ്മനിയിൽ ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. റൈഷ്ടാഗ്, ജർമ്മൻ പാർലമെൻറ്റ്, അതിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരെയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരെയും പുറത്താക്കുക മാത്രമല്ല ഹിറ്റ്ലർ ചെയ്തത്, അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടാണ്. തൻ്റെ ഉത്തരവുകൾ മുഴുവൻ നിയമമാണ് എന്ന ഒരു സ്ഥിതി ജർമ്മനിയിൽ ഹിറ്റ്ലർ ഉണ്ടാക്കിയത്. ഹിറ്റ്ലറിൻ്റെ വഴിയെ പോകുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അന്ത്യദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊരു ചൊല്ലുണ്ട്. അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ സ്വേച്ഛാധിപത്യ പാതയിലേക്കുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നീക്കത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് എതിർക്കേണ്ടത്. ആ ഉത്തരവാദിത്വം കോൺഗ്രസ് നിർവഹിക്കുന്നുണ്ടോ? അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ അറസ്റ്റിൻ്റെ പിന്നാമ്പുറം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറഞ്ഞത്? നിങ്ങൾ സിസോദിയായ ഉപമുഖ്യമന്ത്രിയെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ, മുഖ്യമന്ത്രി കേജ്രിവാളിനെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ചോദിച്ചത് നമ്മുടെ സമീപകാല ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതുപോലെ ജനാധിപത്യ വിരുദ്ധ വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്ന സമീപനം കോൺഗ്രസ് ഈ വൈകിയ വേളയിലെങ്കിലും അവസാനിപ്പിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.